അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് സർക്കാർ നിലപാടെടുത്തെങ്കിലും നിയമസഭയിലുണ്ടായ കയ്യാങ്കളിയെ തുടർന്ന് ഇന്ന് സഭ തിരിയുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇവിടെ അവതരിപ്പിച്ച കാര്യോപദേശ സമിതിയുടെ 14ാമത് റിപ്പോർട്ടിൽ താഴെ പറയുന്ന ഭേദഗതിയാണ് അവതരിപ്പിക്കുന്നത്. 2024 ഒക്ടോബർ 9 മുതലാണ് 2ാം നമ്പർ ഓർഡിനൻസ് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. സർ, കാര്യവിവര പട്ടികയിലെ 3.1 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ഓർഡർ റിപ്പോർട്ട് സമർപ്പണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കാര്യോപദേശക സമിതിയുടെ 14ാമത് റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. ഇവിടെ അവതരിപ്പിച്ച കാര്യോപദേശ സമിതിയുടെ 14ാമത് റിപ്പോർട്ടിൽ താഴെ പറയുന്ന ഭേദഗതിയാണ് അവതരിപ്പിക്കുന്നത്. 2024 ഒക്ടോബർ 9 മുതലാണ് 2ാം നമ്പർ ഓർഡിനൻസ് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. സർ, കാര്യവിവര പട്ടികയിലെ 3.1 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ഓർഡർ റിപ്പോർട്ട് സമർപ്പണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കാര്യോപദേശക സമിതിയുടെ 14ാമത് റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. കടുത്ത ബലപ്രയോഗം തന്നെ നിയമസഭയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. സ്പീക്കർ സഭാ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് സ്പീക്കറുടെ ഇടതുവശത്ത് അൻവർ സാദത്തും ഐ സി ബാലകൃഷ്ണനും മാത്യു കുഴൽനാടനും അടക്കമുള്ള MLA-മാരും വാച്ച് ആൻഡ് വാർഡും തമ്മിലുള്ള കടുത്ത ബലപ്രയോഗത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിയമസഭയുടെ ചരിത്രത്തിൽ 2ാമത് മാത്രമാണ് ഇത്രയേറെ വലിയ ബലപ്രയോഗം ഉണ്ടാകുന്നത്. എത്രത്തോളം മോശമായ സാഹചര്യത്തിലൂടെയാണ് നിയമനിർമ്മാണ സഭ കടന്നു പോകുന്നത് എന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിനുശേഷം പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒരു നിര നേതാക്കൾ നിയമസഭയിലേക്ക് സ്പീക്കറുടെ ഡയസിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പ്രക്ഷുബ്ധമായ സാഹചര്യമാണ് നിയമസഭയിലുണ്ടായത്. പക്ഷേ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാതെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞുപോയി എന്നുള്ളതും പ്രധാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കാൻ നിയമസഭയ്ക്കൊന്നും കഴിഞ്ഞില്ല എന്നതും പ്രധാനമാണ്.